നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇഫ് യു ഹാവ് എ പെർഫെക്റ്റ് പ്ലാൻ എന്നല്ലേ പറയാറുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതിന് വൃത്തിക്കൊരു പ്ലാൻ ഉണ്ടാക്കി മുമ്പോട്ട് പോയാൽ ഏതൊരു ഇമ്പോസിബിൾ കാര്യത്തെ നമുക്ക് പോസിബിൾ ആക്കി എടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ വേണോ? 2016 എൻ്റെ +1 റിസൾട്ട് വരുമ്പം എനിക്ക് 3 A+ ഉള്ളൂ. അത് മലയാളം, ബയോളജി, മാത്സ്, ഈ 3 സബ്ജക്റ്റിനാ. ഫിസിക്സിന് കിട്ടിയിട്ടില്ല, കെമിസ്ട്രിക്ക് കിട്ടിയിട്ടില്ല, അതേപോലെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റും എനിക്ക് A+ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ +2 2017 ഇറങ്ങുമ്പം എനിക്ക് ഫുൾ A+ ഉണ്ട്. എൻ്റെ പെർസെൻറ്റേജ് 98.83. എൻ്റെ മാർക്ക് 1200-ൽ 1186. ഇത് ചുമ്മാതെ കിട്ടിയതല്ല. ഇതിനിടയ്ക്ക് ഒരു പ്ലാനോട് കൂടി ഞാൻ മുമ്പോട്ട് പോയേണ്ടാണ് എനിക്ക് ഈ സ്കോർ കിട്ടിയത് മക്കളെ. എന്താ സാറേ ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്ലാൻ എന്താണെന്നറിയാമോ? +1 റിസൾട്ട് വന്ന് എനിക്ക് 3 A+ ഉള്ളൂ. നിങ്ങൾ 2016 റിസൾട്ട് ഇപ്പോഴും ഒന്നും കിട്ടില്ല, വേണം ഞാൻ എടുത്ത് വെച്ച് കാണിച്ചു തരാം. ആ ഫോട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ്. 3 A+ കിട്ടി. ഞാൻ എൻ്റെ സ്കൂളിൽ നിൽക്കുന്ന സമയം ഫുൾ A+ കിട്ടി ഒരുപാട് പേരുണ്ട്. അവരിങ്ങനെ ഒരു അസംബ്ലി സമയത്തൊക്കെ വന്ന അനുമോദനവും ട്രോഫിയൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ കണ്ടു നിന്നിരുന്നു. ആ ഒരു ഫയർ എൻ്റെ ഉള്ളിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. +1 3 A+ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ട്രോഫിയും കാര്യങ്ങളും ഒക്കെ കിട്ടി. എനിക്കും അതേപോലെ +2 ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കും വേണം ഇതേപോലൊരു മെഡൽ, അംഗീകാരം. +2 നല്ല മാർക്ക് വാങ്ങി ഫുൾ A+ വാങ്ങി വേണം എൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങാനുള്ള ചിന്തിച്ച എൻ്റെ വാശിയാണ് മക്കളെ 3 A+ ഉള്ള അഖിൽ സാറിനെ ഫുൾ A+ എത്തിച്ചത്. അതിനെനിക്ക് പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. +1 എക്സാം കഴിഞ്ഞപ്പം പിന്നെ +2 എക്സാമിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരുന്നു. +1 കഴിഞ്ഞ് +2 ഇടയ്ക്ക് എനിക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരുന്നു മക്കളെ. ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാം കഴിഞ്ഞിട്ട് വേണമല്ലോ +2 എക്സാമിലേക്ക് പോകാൻ. ഇതിൽ എനിക്ക് ഫിസിക്സ് ഇംപ്രൂവ് ചെയ്യണം, കെമിസ്ട്രി ഇംപ്രൂവ് ചെയ്യണം, ഇംഗ്ലീഷ് ഏറ്റവും വലിയ പേടി സ്വപ്നം എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു. ഇതിനൊക്കെ ഫിസിക്സ് എനിക്കൊന്ന് 60-something മാർക്കാണ്, 60-something മാർക്ക്, കെമിസ്ട്രി 60-something മാർക്ക്, ഇംഗ്ലീഷിൽ 100-ൽ 80 മാർക്ക്. അത് മാത്രം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. 100-ൽ 80 മാർക്ക് എനിക്കുള്ളത്. ഞാൻ പിന്നാലെ നടന്നു ടീച്ചറിൻ്റെ അടുത്ത്. ഏറ്റവും കൂടുതൽ ഞാൻ എഫേർട്ട് ഇട്ടത് ഫിസിക്സിനും കെമിസ്ട്രിക്കുമല്ല, ഇംഗ്ലീഷിനാ. ഞാൻ മലയാളം എടുത്തി പഠിച്ചു വന്ന ഒരാളാണ്. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. ഞാൻ നല്ലപോലെ ടീച്ചേഴ്സിൻ്റെ പിന്നാലെ കൂടി. ഫിസിക്സിനാണെങ്കിലും എന്താണ് മിസ്റ്റേക്ക്, ഏതാണ് റിപ്പീറ്റഡായി ചോദിക്കുന്ന ഏരിയ, ഏതാണ് റിപ്പീറ്റഡായി ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഏത് കൺസെപ്റ്റാണ് എനിക്ക് കിട്ടാത്തത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വീണ്ടും വർക്കൗട്ട് ചെയ്തു, ഡെറിവേഷൻസ് വീണ്ടും എടുത്ത് വെച്ച് പഠിച്ചു. കെമിസ്ട്രിയും അതേപോലെ. ഇംഗ്ലീഷ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കുകളുണ്ട്. ഞാൻ സ്വന്തമായിട്ട് എഴുതാൻ നോക്കും. സ്വന്തമായിട്ട് എഴുതുന്ന പാരഗ്രാഫുകൾ ഞാൻ ടീച്ചേഴ്സിനെ കാണിക്കും, അവരെ തിരുത്തി എനിക്ക് തരും. പിന്നാലെ കൂടിയിട്ടുണ്ട്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാണ് മക്കളെ ഇത് 3-നും A+ വാങ്ങിച്ച് +2 ഞാൻ ഇറങ്ങുന്നത് ഫുൾ A+. 1186. വെറും 14 മാർക്കാണ്. മലയാളം മേഡത്തിൽ പഠിച്ച +1 3 A+ ഉള്ള അഖിൽ സാറിനെ +2 നഷ്ടപ്പെട്ടത് വെറും 14 മാർക്കാ. വെറും 14 മാർക്ക്. കഷ്ടപ്പെട്ട് പഠിച്ചു, ഇഷ്ടപ്പെട്ട് അല്ല, കഷ്ടപ്പെട്ടങ്ങ് പഠിച്ചു മക്കളെ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു വാശി ഉണ്ടായിരുന്നു. ഒരു അടുത്ത വട്ടം +2 ഇറങ്ങുമ്പോൾ ഇതേപോലെ +1 ഫുൾ A+ വാങ്ങിയവരൊപ്പം തന്നെ എനിക്ക് നല്ല മാർക്കോടെ ഇറങ്ങണം എന്നുള്ള വാശി ഉണ്ടായിരുന്നു. ആ വാശിപ്പുറത്ത് സബ്ജക്റ്റിൽ കഷ്ടപ്പെട്ട് പഠിച്ച മക്കളെ +2 ഞാൻ ഫുൾ A+ വാങ്ങിച്ചത്. ഓക്കെ, ഇതാണ്. മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കൊന്നും വേണ്ട, തിരിച്ചു വരാൻ സമയമുണ്ട്. ഇപ്പം ഇതൊക്കെ എന്തിനാ സാറേ പറഞ്ഞത്? സാറ് നിങ്ങളുടെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്? അല്ല. 1 A+, 2 A+, 3, 4, 5, 6 ഒക്കെ ഉള്ളവർ കാണുമല്ലോ. ആ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയാ, ഞാൻ മനസ്സ് വിചാരിച്ച പോലെ ഒരു ഡെഡിക്കേഷനോടെ നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു പെർഫെക്റ്റ് പ്ലാനോട് കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാം. 3 സബ്ജക്റ്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ 3 A+ ഉള്ള ഒരാളാണെങ്കിൽ ബാക്കി 3 സബ്ജക്റ്റ് നിങ്ങൾ വേണമെങ്കിൽ എന്തു ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാം. നിങ്ങൾ 1 A+, 2 A+ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിലേതാണോ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം പഠിച്ചെത്താൻ പറ്റുന്നത് ആ സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാം.
ഈ നീറ്റിന് പോകുന്ന മക്കളാണെങ്കിൽ, നീറ്റിന് റിപ്പീറ്റ്, നീറ്റിന് ഡോക്ടർ ആകണമെന്നൊക്കെ കരുതുന്ന മക്കളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ A+ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി എഞ്ചിനീയറിങ്ങിന് JEE എക്സാം, കീം എക്സാം പോലുള്ള എഞ്ചിനീയറിംഗ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിലേതെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് കാര്യം ഉണ്ടാകും. തോന്നിയ പോലെ ഇമ്പ്രൂവ് ചെയ്യാൻ നിൽക്കരുത്. തോന്നിയ പോലെ ഇമ്പ്രൂവ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നീറ്റ് എക്സാമിന് പോകുന്നവർ ഇതിൽ ഫോക്കസ് ചെയ്യുക, എഞ്ചിനീയറിങ്ങിന് പോകുന്നവർ ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. എവിടെയും തോറ്റുപോലെ മക്കളെ കംബാക്ക് അടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ സീനിയർ ആണല്ലോ ഞാനും. ഒരു 10 കൊല്ലം മുമ്പ് പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ, കുറച്ച് വയസ്സ് കൂടി പോയെന്നേ ഉള്ളൂ. മക്കളെ കംബാക്ക് അടിക്കാൻ പറ്റൂടാ. വിചാരിച്ച് കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടി മുമ്പോട്ട് പോയാൽ മക്കളെ +1 എക്സാം അല്ല, +2 എക്സാം അല്ല, വേണമെങ്കിൽ അതിന്റെ തലതൊത്തപ്പനായ UPSC എക്സാം വരെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. പെർഫെക്റ്റ് പ്ലാൻ വേണം. ചുമ്മാ ഉഴപ്പിക്കളയിൽ വാശിയുണ്ട് സാർ, കാണിച്ചു കൊടുക്കണം സാർ. ഇന്ന് വാശി വന്ന് 2-ന്റെ അന്ന് വാശി പോകുന്ന ഒരു വാശി ഉണ്ടെങ്കിൽ അതൊരു വാശിയല്ല. ഇന്ന് വാശി വന്നിട്ട് 2-ന്റെ അന്ന് വാശി പോകുന്നുണ്ടെങ്കിൽ അതൊരു വാശിയല്ല. മക്കളെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. എനിക്ക് +2 വേണം, ഞാൻ എഫേർട്ട് എടുക്കണം. ആദ്യത്തെ ചാൻസ് എനിക്ക് മാർക്ക് കിട്ടിയില്ല, 2ാമത്തെ ചാൻസ് എനിക്ക് ഉഷാറാക്കണം. എല്ലാവരും എന്നെ കളിയാക്കി, എൻ്റെ ബെഞ്ചിൽ എൻ്റെ ഒപ്പം ഇരുന്നവന് ഫുൾ A+ ഉണ്ട്, 5A+ ഉണ്ട്, 4A+ ഉണ്ട്, എനിക്കൊരു മാർഗ്ഗം ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കി ഒരു പഠിത്തത്തിൽ തന്നെ ഇറങ്ങാൻ നോക്കിക്കോ. +1 എങ്ങനെയൊക്കെയോ നടന്നു, ചിലപ്പോൾ ഉഴപ്പിക്കളഞ്ഞ് കാണും, ശ്രദ്ധിച്ച് കാണില്ല, ചുമ്മാ കാണാൻ പഠിച്ച് കാണും, കൺസെപ്റ്റ് ഇല്ലാതെ കാണും. അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ. നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ആ സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നല്ല പെർഫെക്റ്റ് പ്ലാനോട് കൂടി പോവുക. അതാത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോവുക. ആദ്യം ചെയ്യേണ്ട അതാ. ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിസിക്സിന്റെ ടീച്ചറിൻ്റെ അടുത്ത് പോവാ. ടീച്ചറെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ടീച്ചർ പറഞ്ഞ കുറെ അഡ്വൈസ് ഉണ്ട്, അത് സ്വീകരിക്കുക. മിസ്റ്റേക്കുകൾ എന്താ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി അത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാ. അപ്പൊ അവർ പരിഹാരം പറഞ്ഞു തരും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ എഴുതണ്ടേ നോക്കുക. ഇംഗ്ലീഷ് ആകുമ്പം കുറേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന രീതിയുണ്ട്. ക്വസ്റ്റ്യൻസ് ടീച്ചറിനോട് തരാൻ പറയാ, അത് നിങ്ങളുടെ രീതിയിൽ എഴുതി നോക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ കൊണ്ട് നേരെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോവുക. ആൻസറും കൊണ്ട് ടീച്ചേഴ്സ് തിരുത്തി തരും. ഒരു ബുക്ക് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് എപ്പോഴും ചോദിക്കുന്ന ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിങ്ങനെ എഴുതുക. നിങ്ങളുടെ തന്നെ ഭാഷയിൽ എഴുതുക. കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് കുറെ നമുക്ക് തന്നെ എഴുതാൻ പറ്റണം. തന്നെ എഴുതാൻ നോക്കുക. ഇംഗ്ലീഷ് എഴുതിയിട്ട് ടീച്ചേഴ്സിനെ കൊണ്ട് കാണിക്കുക. അവർ മിസ്റ്റേക്കുകൾ പറഞ്ഞു തരും. ഗ്രാമറുകൾ ചെയ്ത് തന്നെ പഠിക്കുക. മക്കളെ എഫേർട്ട് ഇടാതെ എവിടെ എത്തില്ല. ഒരു ചാൻസ് നമുക്ക് തന്നു, അതിൽ നമ്മൾ വൃത്തിക്ക് ഉപയോഗിച്ചില്ല. വീണ്ടും ഒരു ചാൻസ് ദൈവം കൊണ്ട് തന്നതാ, ഗവൺമെന്റ് തന്നതാ. ആ ചാൻസ് വൃത്തിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെയും മാർക്ക് കുറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മക്കളെ എഫേർട്ട് എടുക്കേണ്ട സമയത്ത് എടുത്തില്ല, വീണ്ടും 2ാമതൊരു ചാൻസ് ആർക്കും കിട്ടുന്നതല്ല, നിങ്ങൾക്ക് കിട്ടാൻ പോവാ. നല്ല പോലെ പഠിക്ക്, മുന്നേറ്. ചിന്തിച്ചിരിക്കണ്ട മാർക്ക് കുറഞ്ഞു, ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ജീവിതം തീർന്നോ, +1 എക്സാം തോറ്റെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ A+ ഇല്ലാന്ന് ജീവിതം തീർന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ചില മണ്ടത്തരങ്ങളുണ്ട്. അതാദ്യം മാറ്റിവെക്ക്. ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ അതിൽ നിന്ന് മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, തൊട്ടടുത്ത എക്സാമിൽ തിരുത്തുക, മുമ്പോട്ട് ജീവിക്കുക. ഒരു എക്സാം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എവിടെയും തോറ്റു പോകുന്നില്ലടാ, നമ്മൾ പരാജിതരാകുന്നില്ലടാ. നാട്ടുകാര് പൊന്നപ്പൻ, ശശി, തങ്കപ്പൻ അവരൊക്കെ നമ്മളെ കുറിച്ച് പലതും പറയും, മൈൻഡ് ആക്കണ്ടാടാ. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മേനെ കാണിച്ചു കൊടുത്താൽ മതി. മക്കളെ മാർക്ക് വാങ്ങിച്ച് ആ ഒരേ പ്രൗഡാക്കാൻ നോക്കും. മക്കളെ